ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തക്കാളി മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ കുറച്ച് പച്ചക്കറികൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തൊക്കെ ജോലികളുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ എന്താ പറയുക, സ്ഥലം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ മണ്ണൊക്കെ നിറച്ച് കുറേ പച്ചിലകളൊക്കെ ഇട്ട് ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് ഗ്രോ ബാഗിലായാലും നമുക്ക് പച്ചക്കറികളൊക്കെ നടാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് 2 പച്ചമുളക് പൊട്ടിച്ച് ചമ്മന്തി അരയ്ക്കാനായാലും പറ്റില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ മെയിനായിട്ട് ഇപ്പോൾ ചെട്ടിമല്ലിക്ക് ശേഷം കാന്താരി മുളകാണ് വെച്ചിരിക്കുന്നത്. ചുനിമുളക് എന്നും കൂടെ പറയും. അത് വയലറ്റും ഉണ്ട്, വെള്ളയുണ്ട്, പിന്നെ പച്ചയുണ്ട്, പിന്നെ വേറൊരു സൈസ്. ഇതിൻ്റെ മുളകിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ നാടൻ മുളക് എന്നുള്ള രീതിയിലത് പറയുന്നത്. ആരെങ്കിലും പേര് അറിയുന്നതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ മുളക് ഞാൻ പൊട്ടിക്കുന്നത് കൂട്ടുകാരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമരപ്പയറാണുള്ളത്. അമരപ്പയറാണെങ്കിൽ 3 കട ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് നാടൻ അമരയാണ്. ഇപ്പോൾ ഡിസംബർ മാസമായപ്പോൾ നന്നായിട്ട് പൂത്തു. മൊത്തത്തിൽ ടെറസ് മൊത്തം സ്പ്രെഡായിക്കാണ്. ടെറസിലോട്ട് സ്പ്രെഡായി. കൂടാണ്ട് ഞാൻ പന്തലിട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ ഷീറ്റ് ഡ്രസ്സ് പോലെ അടിച്ചിട്ടുണ്ട്. അവിടേക്ക് മുഴുവനും ഈ പറഞ്ഞ അമരപ്പയർ കയറി പിടിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇതിനൊന്നും ഞാൻ രാസവളങ്ങൾ ചേർക്കാറില്ല. സാധാരണ നമ്മുടെ പച്ചില വളങ്ങൾ തന്നെ ചേർക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ശ്രേയസ് എന്നുള്ളൊരു ജൈവവളമുണ്ട്. അതിവിടെ കാർഷിക കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചതാണ്. അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ ഒരു അമരപ്പയറിനൊക്കെ. ഇപ്പോൾ കണ്ടില്ലേ, ടെറസിൻ്റെ മുകളിലോട്ട് വരെ എത്തി. അതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അമരപ്പയർ എത്താവുന്ന സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് കോവലുണ്ടായിരുന്നു. ഇപ്പോൾ കോവലൊന്നും കാണാനില്ല. ഇത് മൊത്തം പടർന്ന് പിടിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ നേരെ എൻ്റെ കോഴി മക്കളും അവിടെ ചിക്കി മാന്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഒരു ഈവനിങ് ടൈമിൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അഴിച്ചിടും, അല്ലെങ്കിൽ പട്ടി പിടിച്ചുകൊണ്ട് പോകും വെള്ളത്തിനും കൂടിയിട്ട്. പിന്നെ കുറേ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറേ പച്ചമുളക് ഗ്രോ ബാഗിൽ വെച്ചു, ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ കുറേയൊക്കെ ഇതായി പറമ്പിലാണ് നട്ടിരിക്കുന്നത് ഞാൻ പച്ചമുളക്. പിന്നെ മരച്ചീനിയുണ്ട്, കൊള്ളി, കപ്പ എന്നൊക്കെ പറയും ചില സ്ഥലത്തേക്ക്. അപ്പം അങ്ങനെ ഏറെക്കുറെ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ റെഡ് കളർ തണ്ടില്ലേ, ഈ പടർന്ന് കിടക്കുന്നത്, അതെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക അറിയാവുന്നവർ. പിന്നെ ഇത് ഞാൻ ഓണത്തിന് മേടിച്ച് വെച്ച മത്തങ്ങയായിരുന്നു. ഓണത്തിന് 2 എണ്ണം കിട്ടിയത്. ഇപ്പം 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. മത്തങ്ങയുടെ ഷേപ്പൊക്കെ മാറി ഇപ്പോൾ കുമ്പളങ്ങയായി. ഒരു മത്തങ്ങയും പയറും എരിശ്ശേരിക്കുള്ളതായിട്ടുണ്ട്. പിന്നെ തക്കാളി ഒരെണ്ണം പിടിച്ച് കിട്ടി. അതുമ്പോൾ ഒരു തക്കാളിയുണ്ട്. പിന്നെ ബാക്കിയുള്ള നേരം കൊണ്ട് ഞാൻ ഉള്ള അമരപ്പയറൊക്കെ പൊട്ടിച്ചെടുത്തു. ഒരു ചെറിയൊരു തോരനുള്ള അമരപ്പയർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്യാമറമാൻ എൻ്റെ മോനാണ്. അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവനെ. ഇതേ മുകളിലോട്ട് പടർന്നു പോയ കാരണേ പൊട്ടിക്കാൻ ഇത്തിരി പാടാണ്. അപ്പം ഞാൻ ഒരു കമ്പൊക്കെ വെച്ചിട്ടാണ് പൊട്ടിച്ചത് തന്നെ. പിന്നെ മുകളിലോട്ട് ടെറസിൻ്റെ മുകളിലോട്ട് കയറിയപ്പോൾ കുറച്ചൊക്കെ കിട്ടി. താഴോട്ട് ഇങ്ങനെ വീണ് കിടക്കണമെന്ന് മാത്രം നമുക്ക് കിട്ടും. ബാക്കിയൊക്കെ ഇനി അടുത്ത ട്രിപ്പിൽ നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ പൊട്ടിക്കാം. അപ്പോൾ ഇത്ര അമരപ്പയറാണ് നമുക്ക് കിട്ടിയത്. ലാസ്റ്റ് പച്ചമുളക്, അമരപ്പയർ, വഴുതനങ്ങ പൊട്ടിച്ചു, മത്തങ്ങ പൊട്ടിച്ചു. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.